ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത്രത്തോളം ചരിത്രമുള്ള സ്കൂളാണ്. 1500-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ഒരു സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ കാരണമാകുന്ന രീതിയിൽ അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് പ്രാഥമികമായി തന്നെ ആ സംഭവം നോക്കിക്കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. സ്കൂളിൻ്റെ കോമ്പൗണ്ടിലൂടെ KSEBയുടെ ലൈൻ പോകുന്നു. അതിന് തൊട്ട് താഴെ തട്ടിയില്ല എന്ന രീതിയിലാണ് ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് നിർമ്മാണാനുമതി ആര് നൽകി? സ്കൂൾ കോമ്പൗണ്ടിലൂടെ വർഷങ്ങളായി അത്തരത്തിൽ 11 kV ലൈൻ പോകുന്നുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കേണ്ടതല്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും നമ്മളത് സംസാരിച്ചു പോകണം രാജ്കുമാർ. അതായത് ഇതിന് മറ്റൊരു ചരിത്രം കൂടി പറയാനുണ്ട്. ഈ സ്കൂളിൻ്റെ പുറകിൽ ഒരു ഉന്നതിയുണ്ട്. അതായത് അവിടെ ഈ പട്ടികജാതി അതിൽ പെട്ട പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് അതിൻ്റെ പുറകുവശം, സ്കൂളിൻ്റെ പുറകുവശം. അവിടേക്ക് വൈദ്യുതി ലൈൻ ബന്ധം ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അത് 40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വൈദ്യുതി ലൈൻ കണക്ഷൻ വേണമെന്നാവശ്യപ്പെട്ട് അവർ രംഗത്ത് വന്നു. അന്നുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടപ്പോൾ അങ്ങോട്ടേക്ക് ഈ വൈദ്യുതി ലൈൻ കൊണ്ടുപോകണമെങ്കിൽ ഈ സ്കൂളിൻ്റെ കാമ്പൗണ്ടിലൂടെ തന്നെ കൊണ്ടുപോകണമെന്നുള്ളതായിരുന്നു അന്നത്തെ അവരുടെ ഒരു വിലയിരുത്തൽ. മറ്റുള്ള യാതൊരു വഴിയിലൂടെയും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് കണക്കിലെടുത്ത് അവർ സ്കൂൾ അധികൃതരെ സമീപിച്ചു. അന്നത്തെ മാനേജ്മെൻറ്റ് ഇതിന് അനുവദിച്ചില്ല. ഇപ്പോൾ വിനീഷ പറഞ്ഞതുപോലെ ഈ സ്കൂളിൻ്റെ ഉള്ളിലൂടെ ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നത് ഒരിക്കലും സുരക്ഷിതമില്ല എന്ന് കരുതി തന്നെയാണ് അവരതിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയതും അനുവദിക്കാതിരുന്നതും. ഏറ്റവും ഒടുവിൽ അവരത് കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ അപ്പുറത്തുള്ള ഉന്നതിയിലുള്ള ആളുകൾക്ക് അനുകൂലമായി വിധി വന്നു. ഇതിലൂടെ ലൈൻ വലിക്കാൻ അനുവദിക്കണമെന്നൊരു കോടതി വിധി വന്നു. അതിനുശേഷം സ്കൂൾ മാനേജ്മെൻറ്റ് സുപ്രീം കോടതിയിലേക്ക് പോയി. അവിടെയും സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് അതിലൂടെ വലിക്കാനുള്ള ഈ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വൈദ്യുതി ലൈൻ വന്നത്. പക്ഷേ ഈ 40 വർഷമായിട്ട് അത് തുടരുന്നു. അതേസമയം ഈ ഷെഡിൻ്റെ കാര്യത്തിനകത്ത് പഞ്ചായത്തിൻ്റെയും മറ്റും അനുമതി വാങ്ങിയായിരിക്കണം അത് ചെയ്തിരിക്കുക. എന്തായാലും അവിടെയൊക്കെ ഇപ്പം നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ബോധ്യമാകും. സുരക്ഷാ കമ്മിറ്റിയിൽ ഈ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി നടന്ന സുരക്ഷാ കമ്മിറ്റിയിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് എച്ച് എം തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത KSEBയുടെ ഉദ്യോഗസ്ഥരോട് പലവട്ടം ആവശ്യപ്പെട്ടു, ഇത് അടിയന്തരമായി ആ ലൈൻ ഒന്നുകിൽ അവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ അത് ഇൻസുലേഷൻ ചെയ്യണം എന്നുള്ള ഒരാവശ്യം മുന്നോട്ട് വെച്ചു. എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നാണ് KSEB അധികൃതരും അന്ന് അറിയിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ തീരുമാനങ്ങൾ അവിടെ നടപ്പാവുന്നതിലെ കാലതാമസത്തിൽ നമുക്ക് ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. വിനിഷ രാജ്കുമാർ, നോക്കൂ, വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. രാജ്കുമാർ തന്നെ നേരത്തെ പറഞ്ഞു 100 വർഷത്തിലേറെയായി സ്കൂൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്നത്, അതിന് ആ കെട്ടിടങ്ങളിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ നടക്കുന്നതും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് എന്തായാലും പഞ്ചായത്തിൻ്റെ അനുമതിയോടു കൂടി തന്നെ ആകും. പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ അത്തരം കെട്ടിടങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടക്കാൻ സാധിക്കുന്നില്ല. ഓരോ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലും സ്കൂളുകളുടെ സുരക്ഷാ പരിശോധന നടത്തണമെന്നത് കൃത്യമായ നിർദ്ദേശമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളൊന്നും തന്നെ അവിടെ പാലിച്ചിട്ടില്ല. കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ. സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നത് ചേതനയറ്റ ശരീരമായി നമുക്ക് വീടുകളിലേക്ക് മടക്കി കിട്ടാനല്ല, അവരെ പഠിച്ച് നല്ല നിലയിലേക്ക് നാടിൻ്റെ ഭാവിക്ക് ഉതകുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്ന പൗരന്മാരാക്കി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്. അല്ലാതെ ചേതനയറ്റ ജഡമായോ അല്ലെങ്കിൽ മൃതദേഹമായോ തിരിച്ചു കിട്ടാനല്ല. അവിടെ സുരക്ഷയൊരുക്കേണ്ടത് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പറഞ്ഞയക്കുന്ന കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കി ആ അധ്യയന സമയം മുഴുവൻ വെക്കേണ്ട ഉത്തരവാദിത്തം ആ സ്കൂൾ അധികൃതർക്ക് തന്നെയാണ്. അപ്പോൾ സ്കൂളിൽ സുരക്ഷയൊരുക്കേണ്ടതും അധികൃതരാണ്. വലിയൊരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സ്കൂൾ മാനേജ്മെൻറ്റിന് കഴിയില്ല രാജ്കുമാർ. അത് ഇന്നലെ തന്നെ അവരത് സ്കൂൾ മാനേജ്മെൻറ്റും MLAയും മറ്റും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ വന്ന ശേഷമായിരിക്കും നടപടി. അപ്പോൾ അത് ഇന്നലെ തന്നെ അവരത് വ്യക്തമാക്കി. നമ്മളിതെല്ലാം ചോദിച്ചതാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, അങ്ങനെ വീഴ്ച ഉണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും നമുക്കൊരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഉത്തരം ഈ സമൂഹത്തോട് പറയാൻ കഴിയൂ.
പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയത്. ഇന്ന് ഏതായാലും വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും ഉണ്ടാകും, അന്വേഷണ റിപ്പോർട്ടുണ്ടാകും, അതിന്മേൽ നടപടിയുണ്ടാകും. ഇന്നലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടമായത്, സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലെ തോന്നുകയാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഫീൽ അങ്ങനെ തന്നെയാണ്. ആ കുഞ്ഞ് മരിച്ചു, സ്കൂളിൽ വെച്ച് അതിദാരുണമായി, ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ വെച്ച് ആ കുഞ്ഞ് മരിച്ചു എന്ന് നമ്മളറിയുന്ന നിമിഷം നമ്മളും ഞെട്ടുകയാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു സങ്കടം നമ്മളുടെ ഉള്ളിലൊക്കെ നിലനിൽക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമൊക്കെ അവരുടെ ഭാഗത്തുണ്ട്? UDF ഭരിക്കുന്ന പഞ്ചായത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഇതുവരെ ഒരു വിശദീകരണമായി രംഗത്ത് വന്നിട്ടില്ല. അവർ ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഞങ്ങളുമായി സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഉഴപ്പൻ ഡയലോഗ് അടിച്ച് അവർ മാറുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ നടന്നതെല്ലാം പ്രതിഷേധങ്ങളാണ്. ഇതൊരു ഇടതുപക്ഷ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ്, പൊതുജനങ്ങളാണ് സ്കൂൾ ഭരിക്കുന്നത് എന്ന് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുപ്പ് നടത്താൻ ഇന്നലെ UDF നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്, KSU, RSP, RYF തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അവിടെ ഒരു നീക്കം നടത്തിയിരുന്നു. അത് പക്ഷേ പിന്നീട് പൊളിഞ്ഞുപോയി. അവിടെ SFI രംഗത്ത് വന്നു, ASF രംഗത്ത് വന്നു, അവരും സമരമുഖത്താണ്. എല്ലാവരും ഈ മിഥുൻ്റെ നീതിക്ക് വേണ്ടി ആരുടെ ഭാഗത്താണ് വീഴ്ച, അവർക്കെതിരെ കൃത്യമായ അന്വേഷണം വേണം, നടപടി വേണമെന്നുള്ളൊരാവശ്യം ഈ വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിച്ചിട്ടുണ്ട്.